ഹായ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സ് അതുപോലെ തന്നെ ഡിസ്ലൈക്കിൻ്റെ ഒക്കെ കൗണ്ടറിൽ എങ്ങനെയാണ് ഹൈഡ് ചെയ്തൊക്കെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. എൻ്റെ ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ചെയ്യാമെന്ന്. അപ്പോൾ അവർക്ക് കൂടി വേണ്ടിയിട്ടാണ്, അതുപോലെ നമ്മുടെ പുതുതായിട്ട് വരുന്ന യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഇവിടെ എൻ്റെ ഗൂഗിൾ ക്രോമിൽ കയറിയാണ്. ശരി, നമുക്ക് ഈ ഒരു പേജാണ് വരിക. ഇതിൻ്റെ അകത്ത് ഞാനിവിടെ youtube.studio.com എന്നാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. youtube.studio.com എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പേജാണ് വരിക. ഇതിൻ്റെ അകത്ത് യൂട്യൂബ് സ്റ്റുഡിയോ എന്നൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ ഐഡിയിലായിട്ട് നമുക്ക് കാണാം സൈനിങ് എന്നൊരു ഓപ്ഷൻ. ഇതിൻ്റെ അകത്ത് സൈൻ ഇൻ എന്ന ഓപ്ഷൻ ഇവിടെ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. സൈൻ ഇൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പേജാണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. യൂട്യൂബ് സ്റ്റുഡിയോയുടെ ഒരു പേജാണ് ഓപ്പണായി വരിക. അപ്പോൾ ഇങ്ങനെ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഏത് ഐ ഡി ആണോ യൂസ് ചെയ്യേണ്ടത്, അതായത് നിങ്ങളുടെ ചാനലിൻ്റെ ഐ ഡി ഏതാണോ ആ ഒരു ചാനലിൻ്റെ ഐ ഡി യൂസ് ചെയ്തിട്ട് വേണം ഇത് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൻ്റെ ഒരു പേജാണ് ഇവിടെ ഓപ്പണായി വന്നിട്ടുള്ളത്. ഇങ്ങനെ വന്നിട്ടുള്ള ഈ പേജിൽ നമുക്ക് ഏറ്റവും താഴെയായിട്ട് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഒരു സെറ്റിങ്സിൻ്റെ ഒരു പിക്ചർ കാണാം. ആ ഒരു പിക്ചറിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സിൻ്റെ പിക്ചറിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. ആ വിൻഡോയുടെ അകത്ത് ചാനൽ എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ആ ചാനൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് അഡ്വാൻസ് സെറ്റിങ്സ് എന്ന് കാണാൻ പറ്റും. അഡ്വാൻസ് സെറ്റിങ്സ് സെലക്ട് ചെയ്യുക. ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇനി താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് താഴെയായിട്ട് കാണാൻ പറ്റും സബ്സ്ക്രൈബ് കൗണ്ട് എന്ന് കാണാം. ഇതിനകത്തൊരു ടിക്ക് മാർക്ക് ഉണ്ടാകും. അപ്പോൾ ഈ ഒരു ടിക്ക് മാർക്ക് നമ്മൾ ഇവിടുന്ന് ഒഴിവാക്കി കൊടുക്കുകയാണ്. ഈ ഒരു ടിക്ക് മാർക്ക് ഒഴിവാക്കുകയാണ്. അതിനുശേഷം നമ്മുടെ റൈറ്റ് സൈഡിൽ ഈ ഒരു വിൻഡോയുടെ റൈറ്റ് സൈഡിൽ താഴെയായിട്ട് സേവ് എന്ന ഓപ്ഷൻ കാണാം. ഇപ്പോൾ നമ്മുടെ സെറ്റിങ്സ് സേവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് ഹൈഡ് ആയിട്ടുണ്ട്. ഇതിനി വീണ്ടും നമുക്ക് ഷോ ചെയ്യേണ്ട സമയത്ത് ഇതുപോലെ തന്നെ പോയതിന് ശേഷം ടിക്ക് മാർക്ക് എനേബിൾ ചെയ്ത് കൊടുക്കുക. ആ ഒരു സമയത്ത് ചാനൽ സബ്സ്ക്രൈബേഴ്സിനെ മറ്റുള്ളവർക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വിൻഡോ ഇനി ഇവിടെ ക്ലോസ് ചെയ്യുകയാണ്. ഇവിടെ നമ്മുടെ മൊബൈലിൻ്റെ ഹോം പേജിൽ തന്നെ എത്തിയിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് നമ്മൾ ചെയ്തിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിനെ മറ്റുള്ളവർക്ക് കാണാൻ പറ്റുന്നത് എങ്ങനെ ഐഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. അതിനായിട്ട് ഞാനിവിടെ എൻ്റെ യൂട്യൂബാണ് ഓപ്പൺ ചെയ്യുന്നത്. യൂട്യൂബ് ആപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഏത് ഐ ഡി ആണോ ആവശ്യം ആ ഒരു ഐ ഡി സെലക്ട് ചെയ്യുക. നമ്മുടെ റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ടുള്ള പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് വരുന്ന സമയത്ത് അതിൻ്റെ അകത്ത് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാം. അതിൻ്റെ അകത്ത് യുവർ ചാനൽ എന്ന ഓപ്ഷന് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. യുവർ ചാനൽ ഇവിടെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പേജാണ് ഓപ്പണായി വരിക. ഇതിനകത്ത് സെറ്റിങ്സ് നമ്മുടെ റൈറ്റ് സൈഡ് കാണുന്ന സെറ്റിങ്സ് എന്ന ഓപ്ഷന് ഓപ്പൺ ചെയ്യുക. ഇതിൽ ചാനൽ സെറ്റിങ്സിൽ താഴെയായിട്ട് കാണാൻ പറ്റും പ്രൈവസി എന്ന് കാണാം. കീപ്പ് ഓൾ മൈ സബ്സ്ക്രിപ്ഷൻ പ്രൈവറ്റ്. ഈ ഒരു ഓപ്ഷൻ ഇവിടെ ഡിസേബിൾ ആയിട്ടാണുള്ളത്. ഇത് നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനകത്ത് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എനേബിൾ ആകുന്നതാണ്. നമ്മുടെ സബ്സ്ക്രിപ്ഷനൊക്കെ ഹൈഡ് ആയിട്ടുണ്ട്, മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കുന്നതല്ല. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ചാനലിന് കിട്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസിന് കിട്ടിയിട്ടുള്ള ലൈക്ക് ഡിസ്ലൈക്കൊക്കെ നമുക്ക് എങ്ങനെ മറ്റുള്ളവർ കാണാതെ ഹൈഡ് ചെയ്തേക്കാൻ പറ്റുന്നതാണ്. അതിനുവേണ്ടി ഞാൻ ഒരിക്കൽ കൂടി എൻ്റെ ക്രോം ആപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. നമ്മുടെ മുമ്പ് കണ്ടിട്ടുള്ള പേജ് തന്നെ ഓപ്പണായി വന്ന് അതിൽ സൈൻ ഇൻ എന്നുള്ള പേജ് ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയുടെ വെബ് പേജാണ് ഓപ്പണായി വന്നിട്ടുള്ളത്. ഇതിനകത്ത് വീഡിയോസ് എന്നുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന വീഡിയോസ് എന്നുള്ള ഓപ്ഷൻ ഓപ്പൺ ചെയ്യുകയാണ്. ഇതിൽ നമുക്ക് നമ്മുടെ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ കാണാം. ഇതിൽ ഏത് വീഡിയോയുടെ ലൈക്ക് ഡിസ്ലൈക്ക് ആണോ നമുക്ക് റിമൂവ് ചെയ്യേണ്ടത്, ഹൈഡ് ചെയ്യേണ്ടത്, അതിന് നമുക്ക് വീഡിയോ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് അവിടെ ടോപ്പിലായിട്ട് ആ വീഡിയോ സെലക്ട് ചെയ്യുമ്പോൾ എഡിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ വന്നത് കാണാൻ പറ്റും. എഡിറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് താഴെയായിട്ട് ഓപ്പണായി വന്നിട്ടുള്ള വിൻഡോയിൽ താഴെയായിട്ട് ഇതിനകത്ത് നമുക്ക് യൂസർ റേറ്റിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ യൂസർ റേറ്റിംഗ് സെലക്ട് ചെയ്യുകയാണ്. അതിൻ്റെ മുകളിൽ നമുക്കൊരു പേജ് ഒരു വിൻഡോ ചെറിയൊരു വിൻഡോ ഓപ്പണായി വന്നിട്ടുണ്ട്. അതിനകത്ത് ഓണായിട്ട് കിടക്കുകയാണ് യൂസർ റേറ്റിംഗ്. നമ്മളിവിടെ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളിവിടെ ഓഫ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ഈ ഒരു വിൻഡോയുടെ റൈറ്റ് സൈഡിൽ തന്നെ ആയിട്ട് ബ്ലാക്കിൽ അപ്ഡേറ്റ് വീഡിയോ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഇത് നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. അപ്ഡേറ്റ് ചെയ്യാന്നുള്ള
ശേഷം നമ്മുടെ അത് അപ്ഡേറ്റ് ചെയ്തോട്ടുള്ളൊരു കൺഫർമേഷൻ മെസ്സേജ് ചോദിക്കും. ഓക്കെ, നമ്മളത് കൺഫേം ചെയ്യുകയാണ്. അതിനകത്ത് നമ്മൾ ആ ടിക്ക് മാർക്കിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ടിക്ക് ചെയ്തതിന് ശേഷം അത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്യുകയാണ്, പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറച്ച് ടൈം എടുക്കുന്നതാണ് കാണിക്കുന്നത്. നമ്മളത് സ്കിപ്പ് ചെയ്തിട്ട് കാണിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞേരം നമുക്ക് താഴെയായിട്ട് കൺഫർമേഷൻ വന്ന് അപ്ഡേഷൻ നടന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലല്ലാതെ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയുടെ ആപ്പ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം നമുക്ക്. അതിനായിട്ട് ഞാൻ ഇവിടെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുകയാണ്. അതിൽ നമ്മുടെ ഏത് വീഡിയോ ആണോ ആ വീഡിയോ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് അഡ്വാൻസ് സെറ്റിങ്സ്, അതിനകത്ത് നമുക്ക് താഴെ കാണാൻ പറ്റും യൂസർ ക്യാൻ വ്യൂ റൈറ്റ്സ് ഫോർ ദിസ് വീഡിയോ. അത് നമ്മൾ നേരത്തെ ഡിസേബിൾ ചെയ്ത് വെച്ചതാണ്. ഇതിനകത്ത് എനേബിൾ ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കമൻസിൻ്റെ ഒക്കെ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് കമൻസ് അലോ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞ ശേഷം നമ്മുടെ ടോപ്പിലായിട്ട് റൈറ്റ് സൈഡിൽ സേവ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സേവ് ആകുന്നതാണ്. അപ്പോൾ ഈ ഒരു ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഒരുപാട് ഓപ്ഷൻസ് കൂടുതലുള്ളത് സൈറ്റിൽ കയറുമ്പോഴാണ്, അതുകൊണ്ടാണ് അത് കാണിച്ചത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അടുത്തതായി ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.